രാവിലെ എണീറ്റതും അടുപ്പ് കത്തിക്കാൻ നോക്കി. അതിനായിട്ട് വിറകൊക്കെ എടുത്ത് വെച്ച്, മഴയായതുകൊണ്ട് അടുപ്പൊക്കെ കത്താൻ കുറച്ചൊരു പ്രയാസമാണ്. അങ്ങനെ ഞാൻ അടുപ്പ് കത്തിച്ചു. മഴയത്തൊക്കെ അടുപ്പ് കത്തി കിട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ മെല്ലെ അടുപ്പ് കത്തിച്ച് ചോറിനുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. അതിനായിട്ട് വെള്ളമൊക്കെ വെച്ച് അരി കഴുകിയെടുത്തു. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടൊക്കെയാണ് എണീറ്റത്. അപ്പോൾ ആദ്യം തന്നെ ഇപ്പോൾ അരി തിളച്ച് വന്നു. അപ്പോൾ അതിലേക്ക് ഇനി അരി ഇട്ട് കൊടുക്കാം. ശനിയാഴ്ചയൊക്കെ സാധാരണ കുറച്ച് ലേറ്റായിട്ട് എഴുന്നേക്കും. കാരണം ബാക്കി എല്ലാ ദിവസങ്ങളിലും നേരത്തെ എണീറ്റ് സ്കൂളിലൊക്കെ പോകാനുള്ളപ്പോഴേക്കും പണികളൊക്കെ തീരേണ്ടതുകൊണ്ട് ഇന്നൊരു 7 മണിയൊക്കെ ആയതിന് ശേഷമാണ് എണീറ്റത്. അപ്പോൾ ആദ്യം തന്നെ അരി അടുപ്പത്തിടുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ചായക്കുള്ള കാര്യങ്ങൾ നോക്കണം. അപ്പോൾ ഇന്ന് കുറച്ചൊന്ന് റിലാക്സ് ആയിട്ടൊക്കെ പണി ചെയ്താൽ മതി. അപ്പോൾ പിന്നെ അരിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ചായേൻ്റെ കാര്യം നോക്കുക. ഇന്ന് പുട്ടാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് തേങ്ങ ഒന്ന് തിരുമ്മിയെടുക്കുകയാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഉള്ള അമ്മമാർക്ക് സാധാരണ ശനി ഞായർ ദിവസങ്ങളൊക്കെയാണല്ലോ കുറച്ച് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. ബാക്കി എല്ലാ ദിവസങ്ങളിലും നമ്മൾ തിരക്കായിരിക്കും. എല്ലാ കാര്യങ്ങളും നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു സമയത്ത് തന്നെ ചെയ്തു തീർക്കണം. അപ്പോൾ നമ്മൾ പുട്ടുണ്ടാക്കാൻ വേണ്ടി ഞാൻ വെള്ളം എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഇന്ന് പുട്ടായതുകൊണ്ട് പെട്ടെന്ന് കഴിയും. അപ്പോൾ അതിനുള്ള തിരുമ്മിയ തേങ്ങയും എടുത്ത് വെച്ചിട്ടുണ്ട്. പുട്ടിനിന്ന് കറികളൊന്നും ഉണ്ടാക്കുന്നില്ല. പഴം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പഴവും പുട്ടും ആക്കാമെന്ന് കരുതി. ശരിക്കും ശനി ഞായർ ദിവസങ്ങളിലൊക്കെ ഒരു മടിയാണ്. രാവിലെ എഴുന്നേൽക്കാൻ തന്നെ വൈകി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ദിവസത്തിൻ്റെ ആ ഒരു ഇതങ്ങ് പോവും. അപ്പോൾ പിന്നെ ശനി ഞായർ ദിവസങ്ങളിൽ കുറച്ച് ലേറ്റായി പോവും എണീക്കാൻ. അത് കഴിഞ്ഞ് നമ്മളെല്ലാ പണികളും കുറച്ച് ഡിലേ ആവും. അപ്പോൾ പുട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അരി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുട്ട് റെഡിയായി. ഇപ്പോൾ ഞാൻ അരി നോക്കിയപ്പോഴേക്കും അരി വെന്ത് വന്നിട്ടില്ല. അപ്പോൾ ഇനി ഒന്നും കൂടെ ഒന്ന് റെഡിയാകുന്നവരെ കാത്തു നിൽക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ പുട്ടൊക്കെ റെഡിയാക്കി വെച്ച് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ഇപ്പോൾ അരി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഞാനത് വാർത്തെടുത്തതിന് ശേഷം ചായ കുടിക്കാൻ പോവുകയാണ്. ഈ അരി വാർക്കുന്നത് കുറച്ചൊരു പേടിക്കേണ്ട ഒരു കാര്യമാണ്. നല്ല ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ അതേ അടുപ്പത്ത് തന്നെ വെള്ളം വെക്കുകയാണ്. കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഞങ്ങൾ അടുപ്പത്ത് തിളപ്പിച്ച് വെക്കും. അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ പോവാണ്. ബൈ.